ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി മത്തി വറുക്കാനുള്ള പരിപാടിയാണ്. മത്തിയും മോരുകറിയും കേട്ടോ, നല്ല കോമ്പിനേഷനല്ലേ. മത്തിയും മോരുകറിയും. ഇന്നലെ ഐസ്ക്രീമിൻ്റെ പരിപാടിയായിരുന്നു. അപ്പോൾ നാളെ ജോലിയുണ്ട്. അപ്പം ഇന്ന് മത്തി വറുക്കാൻ ഞാൻ റെഡിയാവുകയാണ്. അപ്പോൾ ഈ മത്തി ഇവിടെ ഫ്രോസണായിട്ടേ കിട്ടുള്ളൂ. അപ്പം ഞാൻ മേടിച്ചുകൊണ്ട് വന്നാൽ അധികം വെക്കത്തില്ല, അതുകൊണ്ട് ഫ്രോസൺ ആണല്ലോ ഓൾറെഡി. അപ്പോൾ അന്നേരം തന്നെ മേടിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അന്നേരം തന്നെ വെട്ടി വറക്കലാണ് പരിപാടി. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് ഞാനിന്ന്. പിന്നെന്തുവാ, മോരുകറി വെക്കണം. പിന്നെ ചിക്കനും ഉണ്ട്. ചിക്കൻ ഞാൻ വാഷ് ബേസിലിട്ടേക്കാണ്. തൊലിയൊക്കെ പൊടിച്ച് കഷ്ണമാക്കി അത് വറുക്കണം. അങ്ങനെ പിന്നെ നമ്മുടെ സാമ്പാറുണ്ട്. ഇത്രയൊക്കെ മതിയല്ലോ. അപ്പം ഇന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ ജോലിക്ക് പോകുമ്പോഴൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാട്ടിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഫ്രഷായിട്ട് കിട്ടത്തില്ല. ഇവിടെ എല്ലാം ഫ്രോസണായിട്ടുള്ള ഭക്ഷണ രീതികളാണല്ലോ, അല്ലാതെ നമുക്ക് രക്ഷയില്ല. അപ്പം നാട്ടിലൊക്കെ നമ്മൾ വീട്ടിൽ കൂടെ ഇങ്ങനെ സൈക്കിളേ വരത്തില്ലേ, എന്നിട്ട് അമ്മമാരൊക്കെ ചട്ടി എടുത്തോണ്ട് പോയി നല്ല ഫ്രഷ് മീനെ മേടിച്ച് അന്നേരം തന്നെ വെട്ടിക്കറി വെക്കുമല്ലോ. അതുപോലെ ഇവിടെ ഞാൻ മേടിച്ചിട്ട് വന്ന് ഞാൻ വെക്കത്തില്ല ഫ്രീസറിൽ, അന്നേരം തന്നെ കറി വെക്കും. കാരണം ഓൾറെഡി ഒരു ഫ്രീസറിൽ കുറേ കാലം വെച്ചതായിരിക്കും. കുറേ കാലം അല്ലായിരിക്കും. പിന്നെ എക്സ്പയറി ഡേറ്റൊക്കെ ഉണ്ട് ഇവിടെ. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, സേഫാണ്. 80 ഡിഗ്രിയിലാണല്ലോ ഫ്രീസറിൽ വെക്കുന്നത്. എക്സ്പയറി ഡേറ്റൊക്കെ ഉണ്ട് കറക്റ്റായിട്ട്. അപ്പം പിന്നെ മീൻ കേടാതിരിക്കാൻ മെർക്കുറിയും കുറച്ച് ഇതൊക്കെ ചേർക്കുമായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി നല്ല പുളി നാരങ്ങ നീരും കൂടെ ഞാൻ ഒഴിക്കുവേ. നാരങ്ങ നീരും കൂടെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് കുറേ നേരം വെച്ച് കഴിഞ്ഞാണ്, നല്ലതായിട്ട് കഴുകി കഴിഞ്ഞാണ് ഞാൻ പിന്നെ വറക്കാൻ എടുക്കുന്നത്. കാരണം അതിൽ അതെല്ലാം ഇളകി ഒന്ന് പോകണമല്ലോ. അതിനുവേണ്ടി കുറച്ച് നേരം ഉപ്പും ഒക്കെ ഇട്ട് വെക്കും. കുറച്ച് സമയം എടുക്കും പ്രോസസ്സിങ്. ഇനി വറുത്തിട്ട് വേണം കിടക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.